ഇടതു വലതു മുന്നണികളെ കടന്നാക്രമിച്ച് കേരളത്തിൽ എൻഡിഎയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അധികാരത്തിലെത്തിയാൽ വികസനം എന്തെന്ന് കാണിച്ചു തരുമെന്ന് പ്രധാനമന്ത്രിയുടെ ഉറപ്പ്. കലൂരിൽ റോഡ് ഷോ. 10,800 കോടിയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് പൊള്ളാച്ചി റൂട്ടിലെ പുതിയ ട്രെയിൻ സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ധീരവസഭയുടെ സുവർണ ജൂബിലി സമ്മേളനത്തിൽ പങ്കെടുത്തു. സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയിയുടെ സ്നേഹം ജീവിതത്തിൽ ലഭിച്ച സൗഭാഗ്യമെന്ന് മോദി. അമ്മയുടെ നിസ്വാർത്ഥ സേവനങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ പ്രശംസ. मैं माता अमृतानंदमयी जी को भी नमन करूंगा. उनका जीवन निस्वार्थ सेवा का एक अद्भुत उदाहरण है. उनका मुझ पर जो स्नेह रहा है वो मेरा बहुत बड़ा सौभाग्य है. പ്രധാനമന്ത്രി പങ്കെടുത്ത ദേശീയപാത ഉദ്ഘാടന ചടങ്ങിൽ പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയതിൽ പ്രതിഷേധം. ചടങ്ങ് ബഹിഷ്കരിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും. കേരളത്തെ അപമാനിച്ചെന്ന് മുഹമ്മദ് റിയാസ്. ജനാധിപത്യ മര്യാദകളുടെ ലംഘനമെന്നും രാഷ്ട്രീയ പകപോക്കലെന്നും മന്ത്രിമാരും CPM നേതൃത്വവും. ബഹിഷ്കരിച്ചത് മര്യാദകേടെന്ന് BJP. കേരളത്തിന് എയിംസ് അനുവദിക്കാത്തതിൽ നിലപാട് കടുപ്പിച്ച ഹൈക്കോടതി. കേന്ദ്ര സർക്കാരിന് രൂക്ഷ വിമർശനം. മറ്റ് സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കുമ്പോൾ കേരളത്തോട് മാത്രം വിവേചനം എന്തെന്ന് കോടതി. ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലോട് ഹാജരാകാൻ നിർദ്ദേശം. സോളാർ കേസുമായി ബന്ധപ്പെട്ട ഹർജിയിൽ മന്ത്രി KB ഗണേഷ് കുമാറിന് തിരിച്ചടി. നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി കൊട്ടാരക്കര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തള്ളി. പണിതീരാത്ത കായിക ഭവൻ കെട്ടിടം മന്ത്രി B. അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്ത സംഭവം വിവാദത്തിൽ. ഉദ്ഘാടനം ചെയ്തത് 7 നിലകളിൽ ഒരുങ്ങുന്ന കെട്ടിടത്തിന്റെ ആദ്യഘട്ടം. ഉദ്ഘാടനത്തിനായി കെട്ടിടം ഒരുക്കിയത് കർട്ടൻ ഉപയോഗിച്ച് മറച്ച്. കായിക മന്ത്രിക്കെതിരെ പ്രതിഷേധവുമായി കേരള ഒളിമ്പിക് അസോസിയേഷനും.